വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ടീച്ചറുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വൃത്തങ്ങൾ വരച്ച് ചുവടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി നിറം കൊടുക്കുക. 3/8, 2/5, 4/9, 5/12, 5/24 ഇത്രയും ചിത്രങ്ങൾ വൃത്തങ്ങൾ വരച്ച് 8 ഭാഗിച്ചിട്ട് അതിൽ 3 ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യുക. 8 പാർട്ടാക്കിയതിന് ശേഷം 3 പാർട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3/8 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് 3/8 എന്ന് എഴുതുന്നു. അപ്പോൾ 8 പാർട്സ് നമുക്ക് ഉണ്ടാവണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 360യെ നമ്മൾ 8 പാർട്ടാക്കി കട്ട് ചെയ്യുന്നു. അപ്പോൾ 8 4s are 32, 6 minus 2 4 വരും, 8 5s are 40. സോ നമുക്ക് എത്ര വെച്ച് കിട്ടി? 45. അപ്പോൾ 45 ഡിഗ്രി ഉള്ള പീസസ് ആക്കി നമ്മൾ എന്ത് ചെയ്യണം? സർക്കിളിനെ കട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ടീച്ചർ സർക്കിൾ വരയ്ക്കാം. സർക്കിൾ വരച്ചിട്ട് എങ്ങനെയാണ് 45 ഡിഗ്രി എടുക്കുന്നതെന്ന് അറിയണ്ടേ? സർക്കിൾ പൂർത്തിയാക്കി. ഇനി നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ സെൻറ്ററിൽ ഇവിടെ ലൈൻ വരച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല. ആദ്യം നമുക്കൊരു ലൈൻ വരയ്ക്കാം, എന്നിട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ വരും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് നമുക്ക് എത്ര പീസ് വേണം? 45 ഡിഗ്രിയുള്ള എത്ര പീസസ് ആക്കാമെന്ന് നോക്കാം. 40നും 50നും കറക്റ്റ് നടുവിൽ ഇത്രയാണ് 45 ഡിഗ്രി. അപ്പോൾ അത് നമുക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഇനി നമ്മൾ ഓരോ തവണയും പ്രൊട്രാക്ടർ എടുത്ത് വെക്കാതൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഈ വരച്ച 2 ലൈൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്ത് പൂർത്തിയാക്കുക. അപ്പോൾ അത്രയും രണ്ട് പീസ് കൂടെ നമുക്ക് വേഗം കിട്ടും. ഇനി വേണ്ടത് ഈ ആംഗിൾ ഇതുണ്ട്. ഈ ആർക്ക് ലെങ്ത് നമ്മൾ ഈ സർക്കിളിൻ്റെ ഈ ഭാഗത്തെ ഈ അളവ് നമ്മൾ അളന്നെടുക്കുക. എന്ന് വെച്ചാൽ അത് കോമ്പസ് ഉപയോഗിച്ച് അവിടെ നിന്ന് മാർക്ക് ചെയ്താൽ മതി. കണ്ടോ? വീണ്ടും അതിവിടെ മാർക്ക് ചെയ്യുക. അത് സെൻറ്ററിലേക്ക് വരയ്ക്കുക. ആ സെൻറ്ററിലേക്ക് വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അത് എക്സ്റ്റെൻഡ് ചെയ്ത് സർക്കിളിൻ്റെ എൻഡ് വരെ വരയ്ക്കുക കേട്ടോ. ഇനി ഇതാ ഈ എൻഡാണുള്ളത്. കണ്ടോ? ഇനി നമ്മൾ ഇവർ പറഞ്ഞിരിക്കുന്നത് 3/8 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ 3 പോർഷൻ മാത്രം നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കണം. ഏതെങ്കിലും 3 പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്തെടുക്കുക. 1 2 3. നിങ്ങൾ തന്നെ ഡാർക്കനായിട്ടൊക്കെ ചെയ്താൽ കേട്ടോ. ടീച്ചർ ചുമ്മാ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2/5 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 5നെ 360യെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360 5 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുക. സോ 36നകത്ത് 7 5s are 35. റിമൈൻഡർ 1 വരും. 10നകത്ത് 5 5 2s are 10. സോ ഓരോ ആംഗിളും എത്ര ഡിഗ്രിയാണ്? 72 ഡിഗ്രി. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? സർക്കിൾ വരച്ച് 72 ഡിഗ്രി മെഷർ ചെയ്യുന്നു. ഓക്കെ. ഇവിടെ വരയ്ക്കാം. സർക്കിളിൻ്റെ റേഡിയസ് ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് സാധാരണ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തതുപോലെ ഒരു ലൈൻ വരയ്ക്കുക. അവിടെ വെച്ചിട്ട് 72 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യുന്നു. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 72 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്യുന്നു.
60, 70, 72 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ രണ്ട് ചെറിയ ലൈൻ വരെ വരുള്ളൂ കേട്ടോ. 70, 71, 72 എന്ത് ചെയ്യുക, അത് രണ്ടും കൂടി ജോയിൻ ചെയ്യും. അത് ഈ പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. വീണ്ടും 72 എടുക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആർക്ക് ലെങ്ത് എടുത്താലും മതി കേട്ടോ. അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു മിനിറ്റ് വളരെ ഈക്വലായിട്ട് 5 പീസസ് അല്ലേ വരത്തുള്ളൂ. അപ്പോൾ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് മാറിപ്പോവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 72 മെഷർ ചെയ്ത് തന്നെ എടുക്കുക, അല്ലെങ്കിൽ കോമ്പസിൽ അളന്നെടുത്താലും മതി കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലൈൻ വരച്ചു. ദെൻ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അതിൻ്റെ ആംഗിൾ മെഷർ ചെയ്തു. 72 കിട്ടി. അതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചു. നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആർക്ക് ലെങ്ത് അളക്കാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി കേട്ടോ. ഞാൻ ഈ കോമ്പസിൽ ഞാൻ സ്കെച്ച് പേനയാണ് വെച്ചിരിക്കുന്നത്. പെൻസിൽ വരച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് സ്കെച്ച് പേന കറക്റ്റായിട്ട് അതിൽ നിൽക്കുന്നില്ല, മുറുക്കാൻ പറ്റുന്നില്ല നമ്മൾ ടീച്ചർക്ക്. അപ്പോൾ അതാ ഈ അളവ് നമ്മൾ എന്ത് ചെയ്തു, അളന്നെടുത്തു. ഇനി അതേ ലെങ്ത്ത് എല്ലായിടത്തേക്കും മെഷർ ചെയ്യുക. 1, 2, 3, നാലാമത്തെ പീസായി 5 പീസായി കണ്ട. ഇനി ഈ പോയിന്റുകളെല്ലാം കൂടി ചേർത്ത് എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്താൽ മതിയാവും. നമ്മുടെ അടുത്ത് 2/5 ആണ്. അതിലെന്ത് ചെയ്യണം, നമ്മൾ 2 പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കണം. ഓക്കെ, അത് ഏതെങ്കിലും 2 എണ്ണം നമ്മൾ പോർഷൻസ് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഇതാണ് 2/5 എന്ന് പറയുന്ന മെഷർമെൻറ്റ്. ഓക്കെ, മനസ്സിലായോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 4/9 ആണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, 360യെ 9 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ 9 4s are 36. റിമൈൻഡർ ഒരു 0 ഉണ്ട്, ആ 0 ഇവിടെ കൊടുത്തു. സോ ഈച്ച് ആൻഡ് എവറി ആംഗിൾ എത്ര ആയിരിക്കണം, 40 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സർക്കിൾ വരച്ചു. ഇനി മുമ്പത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് സെൻറ്ററിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് തുടങ്ങുക. എന്നിട്ട് പ്രൊട്രാക്ടർ എടുത്തിട്ട് എങ്ങനെ വേണം, ഓരോ ആംഗിളും 40 ഡിഗ്രി മെഷർ. അങ്ങനെ എത്ര പീസസ് കിട്ടും, 9 പീസസ്. എത്തിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, 40 ഇനി നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തി എടുക്കുന്നതായിരിക്കും എളുപ്പം. എപ്പോഴും പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ചെയ്താലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇതൊരു ഈസി ആയതുകൊണ്ട് ടീച്ചർ പെട്ടെന്ന് ഇതിൽ നമുക്ക് എടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മെഷർ ചെയ്തെടുക്കുന്നത്. പീസ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നീണ്ടി നോക്കിയോ കേട്ടോ. 9 4s are 36. 9 4 36 അപ്പോൾ 9 × 40 360. ആ ഐഡിയ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 360 കിട്ടുമോയെന്നും കൂടെ നോക്കിയാലും മതി കേട്ടോ.
വരുമ്പോൾ ഇങ്ങോട്ടേക്ക് കുറച്ച് മാറിപ്പോയി തോന്നുന്നു കേട്ടോ. ഒരു മിനിറ്റ്. 1 2 കുറച്ച് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എവിടെയോ ടീച്ചർക്ക് തെറ്റിപ്പോയിരുന്നല്ലേ. ഇപ്പോൾ ഒരിച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വരും കേട്ടോ. അത് ചിലപ്പോൾ ഈ പേപ്പറും തെന്നിപ്പോയതുകൊണ്ട് സംഭവിച്ചാണ്. നിങ്ങൾ നോട്ട്ബുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും കേട്ടോ. നമുക്കതെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. പീസസ് 9 എണ്ണം ഉണ്ടെന്ന് നോക്കി. 1 2 3 4 5 6 7 8 9. 9 എത്ര എണ്ണം ഷെയ്ഡ് ചെയ്യണം? 4 എണ്ണം ഷെയ്ഡ് ചെയ്യണം. നമുക്ക് ഏതെങ്കിലും 4 എണ്ണം ഷെയ്ഡ് ചെയ്യാം. അടുപ്പിച്ച് ഷെയ്ഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അകത്തേക്കത്ത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാൻ വെറുതെ അങ്ങ് അകത്തേക്കത്ത് ചെയ്തതേ ഉള്ളൂ കേട്ടോ, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് 4/9 എന്നുള്ള ചിത്രം. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ 5/12 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 360യെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് 12 3 38. 12 3s are 36. റിമൈൻഡർ 0 0 കൊടുക്കുമ്പോൾ ഈച്ച് ആൻഡ് എവറി ആംഗിൾ എങ്ങനെ വേണം? 30 ഡിഗ്രി വരണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ സെൻറ്ററിൽ നിന്ന് നമ്മൾ തുടങ്ങി. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 30 ഡിഗ്രി അത് മെഷർ ചെയ്തു. അത് തമ്മിൽ ജോയിൻ ചെയ്തു. എല്ലാ ക്വസ്റ്റിനും ഒരുപോലെയാണ് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഭാവനയായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ആംഗിളിൽ വ്യത്യാസമൊന്നും വരുത്തായിരുന്നു. അതുകൊണ്ട് ഇനി ടീച്ചർ ഇത്ര നേരം കോമ്പസ് കൊണ്ടല്ലേ കാണിച്ചു, ഇനി പ്രൊട്രാക്ടർ കൊണ്ട് തന്നെ കാണിക്കുക. ഇനി 30 കിട്ടാൻ എന്ത് ചെയ്യണം? തൈ തീർന്ന ലൈനിൻ്റെ അവിടെ പ്രൊട്രാക്ടർ വയ്ക്കുക. അവിടെ നമ്മൾ എത്ര മെഷർ ചെയ്യുന്നു? 30. എപ്പോഴും 0യിൽ നിന്ന് തുടങ്ങാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് വീണ്ടും 30 കിട്ടി. അത് വരച്ചു. വീണ്ടും നമ്മൾ പ്രൊട്രാക്ടർ കോയിൻസൈഡ് ചെയ്ത് വെച്ചു. വീണ്ടും നമ്മൾ 30 എടുത്തു. അത് തമ്മിൽ ജോയിൻ ചെയ്തു. സർക്കിൾ വരെ വരച്ചാൽ മതി, സർക്കിളിൻ്റെ പുറത്തേക്ക് വരയ്ക്കണ്ട കേട്ടോ. വീണ്ടും നമ്മൾ പ്രൊട്രാക്ടർ താഴത്തെ ബേസ് ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് വെച്ചു. 30 ഡിഗ്രി മെഷർ ചെയ്തു. അങ്ങനെ തീർന്ന ആ ലൈന് ബേസ് ലൈൻ ആക്കിക്കൊണ്ട് പുതിയ പുതിയ ആംഗിൾസ് നമ്മൾ വരച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 12 പീസസ് കിട്ടും. ിൽ 5 ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. 12 എണ്ണത്തിൽ 5 എണ്ണത്തിന് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. 12 എണ്ണത്തിൽ നമ്മൾ 5 എണ്ണം ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നല്ല കളറൊക്കെ കൊടുത്ത് ഷെയ്ഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആ സെക്ഷനിലെ 5ാമത്തെ ക്വസ്റ്റ്യനാണ്. 5/24 ആയിട്ടാണ് നമ്മൾ 24 ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തതിൽ 5 ഭാഗം ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 360നെ നമ്മൾ 24 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്തു. 24 × 1 24 വരും.
മൈനസ് ചെയ്തപ്പോൾ 2, 1, 12 24 ഇല്ല. സോ 0 എഴുതി. 120 24 5 തവണ 5 × 24 120 സോ ഈ ചെണ്ടപ്പടി ആംഗിൾ എങ്ങനെയായിരിക്കണം? 15 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സെൻറ്ററിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തു. അത് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമ്മൾ 15 ഡിഗ്രി മെഷർ ചെയ്തു. 15 ഡിഗ്രി നമുക്ക് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്തെടുക്കാം. 0, 10, 20 ആണിത്. അപ്പോൾ 15 ഏകദേശം നടുക്ക് വരും കേട്ടോ. അത്ര എടുക്കാൻ പാടുള്ളൂ. നമ്മളത് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്തു. 24 15 എണ്ണം വീതമുള്ള 24 പീസസ് നമുക്ക് കിട്ടും. അത് ഈ പറഞ്ഞ പോലെ കോമ്പസ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ 24 പീസസ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിൽ 5 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? 24-ൽ 5 എണ്ണം ഷെയ്ഡ് ചെയ്തെടുക്കണം. 1, 2, 3, 4, 5. ഏതെങ്കിലും 5 പീസസ് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുത്താൽ മതിയോ? ഓക്കെ.